എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. ഇത് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു വീഡിയോ ആണ്. ഇത് സലാലയുള്ള ക്രൗൺ പ്ലാസ ഹോട്ടലാണ്. ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു രാവാണിന്ന്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഞങ്ങളൊന്ന് എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഇതോടെ ഈ ഒരു ഹോട്ടലിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. അതുപോലെ തന്നെ പുതുവത്സര ദിനങ്ങൾ വരെ, അതായത് ന്യൂ ഇയർ കഴിയുന്നിടം വരെ ഇത് തുടരുകയും ചെയ്യും. നമ്മൾ ഈ പ്രവാസ ജീവിതത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഏറ്റവും നല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്നത് തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് വല്ലപ്പോഴുമൊക്കെയാണ് കിട്ടുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് എടുക്കുമ്പോഴേക്ക് കരോൾ റൗണ്ട്സ്, അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ വലിയ പ്രോഗ്രാമുകളൊന്നുമില്ല. കരോൾ സർവീസുകൾ അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ക്രൗൺ പ്ലാസ ഹോട്ടലിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമായ രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ക്രിസ്മസിനെ വരവേൽക്കാൻ ഓരോ മുക്കും മൂലയും അവർ തയ്യാറാക്കി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണുമ്പം വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായുള്ള രീതിയിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് ആ കടലിൻ്റെ ആ ഒരു വ്യൂവും ഒക്കെ കൂടെ ആകുമ്പോൾ ആകെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. വരുന്നവരെല്ലാം ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്ക് രസകരമായിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അങ്ങനെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വീഡിയോയിലൂടെ എനിക്ക് എന്തുമാത്രം മനോഹാരിത നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം ഒത്തുചേർന്ന് അവർക്ക് എല്ലാ വർഷവും ഇവിടെ അവരുടെ ഒരു പാട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളെല്ലാം ഓരോരുത്തരായി കടന്നു വരുന്നുണ്ട്. കാരണം ഇവിടുത്തെ സമയം 6 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലും പോകണം, ഇവിടെയും വരണം. ആകപ്പാടെ കുറച്ചൊരു തിരക്കുള്ള ബിസിയായിട്ടുള്ള ഒരു ദിവസം തന്നെ കേട്ടോ. അപ്പം ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന പേരൻസും എല്ലാം അവിടെ തന്നെ ഇവരുടെ ഓരോ പ്രോഗ്രാമും കാണാൻ വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കാണാൻ മനോഹരമാണെന്നുള്ളത് കണ്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ ഇതൊക്കെ കാണാൻ ഭംഗിയായിരിക്കുമല്ലോ എന്ന് കണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവരിവിടെ ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു സൂചി കുത്താൻ സ്ഥലമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സൂചി കുത്തണമെങ്കിൽ നമ്മൾ പാടുപെടും. അത്രയ്ക്ക് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് ഇന്നിവിടെ വിളക്ക് കൊളുത്തുന്നത്, വിളക്ക് കത്തിക്കുന്നത് ആ ക്രിസ്മസ് ട്രീയിലാണ്. അതിനുവേണ്ടിയാണ് അവർ അങ്ങനെ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ തന്നെ നമ്മൾ ശരിക്കും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. പക്ഷേ അത് കാണാനൊരു ഭംഗിയാണ് കേട്ടോ. വിളക്കൊക്കെ തെളിയിച്ച് കഴിയുമ്പോൾ ഭയങ്കര രസമാണ് അതിന് കാണാനേ. വേണ്ട, ഇവിടെ നിന്നാണ് ഇനിയും കുഞ്ഞുങ്ങൾ പാടാൻ പോകുന്നത്. ഈ ഒരു സെൻറ്റർ ഭാഗത്താണ് അവർ അതിനായിട്ടുള്ള ക്രമീകരണം ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ഇവരുടെ മാത്രം പ്രോഗ്രാം അല്ല കേട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്, പല ഭാഷയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ ഓരോ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അന്നേരം ഇതിങ്ങനെ പുതുവത്സര ദിനങ്ങൾ വരെ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നീളും. ഇന്ന് പക്ഷേ ഇതിനൊരു തുടക്കം കുറിക്കുന്നു എന്ന് മാത്രമാണുള്ളത്. ആ ഒരു ട്രീ ലൈറ്റ്നിങ്ങും ഒക്കെ ഉണ്ട്. അതോടെ ഇവരുടെ ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും ഒരു അവസരം ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷകരം തന്നെയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയും എല്ലാവരും പാടാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അന്നേരമാണ് ഞാൻ ഇവിടെ ഒരു കേക്ക് കണ്ടത് കേട്ടോ. നല്ല നീളത്തിലൊരു കേക്ക് വെച്ചിരിക്കുന്നു, വലിയൊരു കേക്കാണ്. ഈ ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഇതിൻ്റെ കൂടെ നടത്തുന്ന പ്രോഗ്രാമുകൾ തന്നെയാണ്. അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം സമയം 6 മണി അടുക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാം ഈ ഒരു പ്രോഗ്രാമിനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പം അവരുടെ കുറച്ച് പാട്ടുകളാണ്. അത് ഒക്കമുള്ളി ഫെയ്ത്ത്ഫുൾ, അങ്ങനെ കുറച്ച് പാട്ടുകൾ മാത്രം അടങ്ങിയ ഒരു പ്രോഗ്രാമാണ്.
ഇങ്ങനെ ക്രിസ്മസിന് പാടുന്ന 3-4 പാട്ടുകളാണ് അവർ പാടിയത്. ഒക്കമുള്ളി, ഫെയ്ത്ത്ഫുൾ, അതുപോലെ തന്നെ സൈലൻറ്റ് നൈറ്റ്, പിന്നെ ജിങ്കിൾ ബെല്ല്, അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളാണ് അവർ ഇവിടുന്ന് പാടുന്നത്. അങ്ങനെ ഏതായാലും ആ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് കാത്തിടുന്ന ഒരു സമയം എന്ന് പറയത്തില്ലേ, അതായത് ഒന്നാമത്തെ കാര്യം ക്രിസ്മസ് ട്രീ അവർ കൊളുത്തുന്ന സമയമാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പുറകാലെ കാണിച്ചു തരാം. ആദ്യം ക്രിസ്മസ് ട്രീ ലൈറ്റ്നിങ് ആണ്. ഒരു കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. 10, 9, 6 അങ്ങനെയാണ്. അവിടെ നിൽക്കുന്നൊരു കുഞ്ഞ് കൈ കാണിക്കുന്നത് കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇതാണ് ക്രിസ്മസ് ട്രീ. കാണാൻ മനോഹരമല്ല? ഞാൻ മുമ്പേ പറയില്ല, നമ്മളിരിക്കും ഇത്രയും അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ബോറല്ലേ എന്ന്. പക്ഷേ അല്ല കേട്ടോ, ക്രിസ്മസ് വിളക്കൊക്കെ വരുന്ന കഴിയുമ്പോൾ അത് ഭയങ്കര രസകരം തന്നെയാണ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇനിയും അടുത്ത കുഞ്ഞുങ്ങൾക്കുള്ള സർപ്രൈസുമായിട്ട് വരുന്ന ഒരു വീഡിയോ ആണ് അടുത്തത്. കാരണം അത് ഇവരെല്ലാം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നിമിഷമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്ന സമയങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അതും ഭയങ്കര അവർ എല്ലാവരും കൂടെ കൂടി ഭയങ്കര, നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേയുടെ ഒക്കെ കേക്ക് മുറിക്കത്തില്ല, അതുപോലെ തന്നെ അവരതൊരു ആഘോഷമായിട്ട് തന്നെയാണ് ഈ ഒരു കേക്കും കട്ട് ചെയ്തത്. ഈ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നവർക്കെല്ലാം ഈ കേക്കിൻ്റെ പീസ് തരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം അതിൽ നിന്ന് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ നിമിഷം എത്തി. ഈ പ്രാവശ്യം സാധാരണ ഇവിടെ ക്രിസ്മസ് പപ്പ വരുന്നത്, സാന്റാക്ലോസ് വരുന്നത് ലിഫ്റ്റ് വഴിയാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വഴികളിലൂടെയാണ് ക്രിസ്മസ് പപ്പ കടന്നു വരുന്നത്. മണിനാഥമൊക്കെ മുഴക്കി കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയൊക്കെ ആകർഷിച്ച സാന്താക്ലോസിൻ്റെ വരവ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിമിഷം കുഞ്ഞുങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷം തന്നെയായിട്ട്. ഓടി ക്രിസ്മസ് പാപ്പയുടെ ചുറ്റും ഇങ്ങനെ, പിന്നെ തിക്കും തിരക്കും അവിടെ കേട്ടോ. അത് കുഞ്ഞുങ്ങളെന്നില്ല, വലിയവരായാലും അവിടെ എല്ലാവരും ഭയങ്കര ബഹളമാണ് ക്രിസ്മസ് ഫാദറിൻ്റെ ചുറ്റും പിന്നെ നടക്കുന്നത്. ഒരുപാട് ഗിഫ്റ്റുകളുമായിട്ടാണ്. അതിനിടയ്ക്ക് മിഠായി ഉണ്ട്, എല്ലാം ഒരുപാട് കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരുപാട് ഗിഫ്റ്റുകളും കൊണ്ട് തന്നെയാണ് ക്രിസ്മസ് ഫാദറിൻ്റെ വരവ്. കണ്ട എല്ലായിടും പോകുന്നിടമെല്ലാം ജനക്കൂട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു ടൈം തന്നെയാണ്. പാട്ടിനേക്കാളും ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തതിനേക്കാളും ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാദറിൻ്റെ വരവാണ്. കണ്ടോ കുഞ്ഞുങ്ങളെ അവിടെ നേരത്തെ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച ഒരു കസേരയുണ്ട്, ആ കസേരയിൽ പോയി അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ. ക്രിസ്മസ് ഫാദറിൻ്റെ കൂടെ കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അവിടെ അവർ കേക്കുകളും പിന്നെ വൈന്, അതുപോലെ തന്നെ ജ്യൂസ്, കോഫി ഇതെല്ലാം കൊണ്ടുവന്ന് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാത്രമല്ല പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നിരിക്കുന്നത്, വേറെ ദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരും അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അതിൽ 2 പേരാണ് ഈ പാട്ട് പാടുന്നത്. എനിക്ക് ഈ പാട്ടൊക്കെ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുകയൊക്കെ ചെയ്യുന്ന കാരണം ഞാനത് തൽക്കാലം മാറ്റിവെച്ചു, ആ ഒരു ആഗ്രഹം. കാരണം അത്രയ്ക്ക് മനോഹരമായതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടിയ കുഞ്ഞുങ്ങൾക്കെല്ലാം അവരുടെ പാരൻസിനുമെല്ലാം
അവർ ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ വന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എടുക്കത്തില്ലെന്ന് വിചാരിക്കുന്ന പല ഫുഡുകളും അല്ലെങ്കിൽ പല ഭക്ഷണങ്ങളും നമ്മൾ എടുത്തു പോകും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതികൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വന്നപ്പം മുതൽ നമ്മളെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ, അതായത് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ വീഡിയോ എടുക്കത്തില്ലെന്ന് വിചാരിച്ച ഞാനാണ്. പക്ഷേ ഇവരുടെ ഈ ഒരുക്കങ്ങളും ഒക്കെ കാണുമ്പോൾ വീഡിയോ എടുത്ത് അത്രയ്ക്ക് മനോഹരമായിട്ട് അവരതെല്ലാം അറേഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ ഈ ഫുഡിനടുത്തേക്ക് വന്നപ്പോൾ അതും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതികൾ മനോഹരം തന്നെയാണ്. ഏതായാലും അങ്ങനെ അവിടെ വന്നു ഞങ്ങൾ ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ക്രിസ്മസ് ഫാദറിൻ്റെ വരവ്. ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക്, അതായത് ഈ പാടിയ കുഞ്ഞുങ്ങൾക്കെല്ലാം ഓരോ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. അതെല്ലാം പ്രാവശ്യം ഉള്ളതാണ്. അവിടെ വന്ന് ഒരു ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് ഫാദർ അവിടെ കടന്നു വരും. ശരിക്കും പറഞ്ഞാൽ സാന്റ വന്നു, മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിഠായികളൊക്കെ എല്ലാവർക്കും, കുഞ്ഞുങ്ങളെന്നെല്ലാം വലിയവർക്കായാലും മിഠായികളൊക്കെ വിതരണം ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിയ കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു ഭയങ്കര വെയിറ്റിങ്ങിലാണ്. സമ്മാനത്തിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചല്ല, ക്രിസ്മസ് സാന്റയുടെ നിന്ന് ആ ഒരു സമ്മാനം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ വീഡിയോക്കകത്ത് കാണത്തില്ലേ, ക്രിസ്മസ് ഫാദറിൻ്റെ കയ്യിലൊരു സഞ്ചിയൊക്കെ തൂക്കി അതിനകത്ത് നിറയെ ഗിഫ്റ്റുകളുമായി കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ, ആ സഞ്ചിക്കകത്ത് നിറയെ ഗിഫ്റ്റുകളുമായിട്ടാണ് ഇവിടെയും വരുന്നത്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയൊരു സമ്മാനപ്പൊതി കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കാണുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്.